നമസ്കാരം. ഞാൻ പ്രസാദ്, പന്തളം അന്നപൂർണ ജ്യോതിഷാലയത്തിൽ നിന്നും. അപ്പോൾ നമ്മൾ തുടർന്ന് വന്ന എപ്പിസോഡ് അനുസരിച്ച് ഇന്ന് നമ്മൾ നോക്കുന്നത് 1200 ആണ്ട് ധനുമാസത്തിൽ മേട, ഇടവ, മിഥുനക്കൂറുകാർ അനുഭവിക്കാൻ സാധ്യതയുള്ള സാമാന്യ ഫലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മേടത്തിനെ സംബന്ധിച്ച് അശ്വതി, ഭരണി, കാർത്തികകാല ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഈ മാസം കുറച്ച് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ടൊക്കെ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കഫരോഗങ്ങളൊക്കെ വന്നുകൂടാം. അതുപോലെ തന്നെ ഗ്രഹത്തിൽ ചില വാക്കുതർക്കങ്ങളും കലഹങ്ങളും ഉണ്ടായിട്ട് ചിലപ്പോൾ ആ സമയത്ത് ഭക്ഷണം പോലും കഴിക്കാനൊക്കാത്ത ചില അവസരങ്ങളിലേക്കൊക്കെ മേടക്കൂറുകാർക്ക് കടന്നു പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയത്തിലേക്കൊക്കെ ഏർപ്പെടാതെ അത് വളരെയധികം കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എങ്കിൽ അത് വലിയ ദുരിതത്തിലേക്കൊന്നും പോകത്തില്ലെങ്കിലും നിങ്ങൾ അത് ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ട് ഒരുമാതിരി കുഴപ്പമില്ലാത്തൊരു മാസമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസപരമായിട്ടും നല്ല ഗുണം കിട്ടുന്ന ഒരു മാസമാണ് ധനുമാസം. അതുപോലെ തന്നെ വ്യാഴം വക്രത്തിലല്ലേ എന്ന് ചില കമൻസൊക്കെ കണ്ടു. പക്ഷേ വ്യാഴം വക്രത്തിലായാലും അതിൻ്റെ രാശിയിൽ നിന്ന് പുറകിലെ രാശിയിലേക്ക് പോയിട്ടില്ല. നിൽക്കുന്ന നിലവിൽ ഇപ്പോഴും ഇടവൻ രാശിയിൽ തന്നെയാണ്. അപ്പോൾ നിലവിൽ മേടക്കൂറുകാർ അനുഭവിക്കുന്നത് ഇടവൻ രാശിയുടെ ഫലം തന്നെ ആയിരിക്കാം. കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പുറകോട്ടിറങ്ങി നിന്ന് കഴിഞ്ഞാലും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു ആയമെടുക്കാനായിട്ടാണ് ഇത് പുറകോട്ടിറങ്ങിയിരിക്കുന്നത്. നിലവിൽ പുറകോട്ടിറങ്ങിയിട്ടില്ല എങ്കിലും സ്ഫുടങ്ങളിൽ മാത്രം കുറച്ച് വ്യത്യാസം വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ മാറ്റമൊന്നും വലിയ ഇവരുടെ ഫലഭാഗങ്ങളിൽ മാറ്റം വരുത്താൻ സാധ്യതയില്ല. അതുപോലെ തന്നെ വ്യാഴം വളരെ അനുകൂലമായിട്ട് സാമ്പത്തിക സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇവർക്ക് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞത്. സഹോദരങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ സഹോദര ഗുണവും കാണിക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞതുപോലെ ഗ്രഹത്തിലെ വാക്കുതർക്കങ്ങൾ, അതുപോലെ സുഹൃത്തുക്കളുമായിട്ട് വാക്കുതർക്കങ്ങൾ, വാഹനത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഭൂമി വിഷയമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാതെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. സന്താനങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമായ സമയമാണ്. അതുപോലെ തന്നെ ഇവർക്കുള്ള ശത്രുതാ വിഷയങ്ങളൊക്കെയും കുറേ പരിഹരിക്കപ്പെടും. ഭൂമി സംബന്ധമായിട്ടും ചില വാക്കുതർക്കങ്ങളിൽ ശത്രുതാ വിഷയങ്ങളിലേക്കൊക്കെ വരാം. അതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു മാസമാണ് ധനുമാസം. ഇനി വിവാഹം ആലോചിക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ വിവാഹത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മമേഖലയെ സംബന്ധിച്ചും വലിയ കുഴപ്പമില്ല, ഗുണകരമായ സമയമാണ്. യാത്രകളിൽ ചിലപ്പോൾ കാര്യ തടസ്സവുമൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ യഥാകാലമുള്ള ദശാകാല വഴിപാടുകളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക. കാൽപാദത്തിൽ ചില പരിക്കുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതുപോലെ നാഡീഞരമ്പ് രോഗങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എങ്കിലും ഗുണദോഷ സമഫലമായിട്ട് ചിന്തിക്കുമ്പോൾ ഗുണം ഏറി നിൽക്കുന്ന മാസം തന്നെയാണ് ധനുമാസം. ആരോഗ്യപരമായിട്ടൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇനി അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിനെ സംബന്ധിച്ച് കാർത്തിക മുക്കാല്, രോഹിണി, മകേരത്തര ഈ 3 നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമഫലമായ മാസമാണ് ധനുമാസം. ഇവർക്കും കഫരോഗങ്ങളും അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായ രോഗങ്ങളുമൊക്കെ വന്ന് പിടിപെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. മുൻകൂറൊക്കെ അതൊക്കെ നോക്കുക. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുക. ധനപരമായിട്ട് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു സമയമാണ്. ധനപരമായിട്ട് ഗുണകരം തന്നെയാണ്. സഹോദരങ്ങളെ സംബന്ധിച്ച് കുറച്ച് ദുരിതങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ്. അപ്പോൾ അതും വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. ഭൂമി സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ്. പിന്നെ ഗ്രഹത്തിലാണെങ്കിലും ചില ബുദ്ധിമുട്ടുകളൊക്കെ വേണമെങ്കിൽ വരാം. പിതാവിനെ സംബന്ധിച്ച് ചില ദുരിതങ്ങളൊക്കെ വന്നുകൂടാൻ സാധ്യതയുണ്ട്. അപ്പം പിതാവിൻ്റെ സമയമൊക്കെ നോക്കി അതിനൊക്കെ വഴിപാടൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. സന്താനങ്ങളുടെ കാര്യങ്ങളിലായാലും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ വേണമെങ്കിൽ നേരിടാം. എങ്കിലും കുറേ കഴിയുമ്പോൾ ആ തടസ്സങ്ങൾ വരുന്നെങ്കിലും അത് സ്വാഭാവികമായിട്ടും അത് മാറിക്കിട്ടുന്നുമുണ്ട്. അതുപോലെ തന്നെ വിവാഹ വിഷയത്തിനെ സംബന്ധിച്ചും ചില പ്രതിബന്ധങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കണ്ടകശനികാലം തുടരുകയാണ് ഇവർക്ക്. അതുകൊണ്ട് ലാഭമൊക്കെ കുറയാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അതും നിങ്ങൾ കണ്ടകശനിക്ക് ശിവക്ഷേത്രത്തിലെ വഴിപാടും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന ദശാകാല വഴിപാടുകളും കൃത്യമായിട്ട് ചെയ്തു കൊള്ളുക. ഇനി മിഥുനക്കൂറുകാരാണ്. മിഥുനക്കൂറിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ മകേരത്തര, തിരുവാതിര, പുണർത്തി, മുക്കാല ഈ 3 നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോഴും വ്യാഴം 12ാം രാശിയിലായതുകൊണ്ട് ഈശ്വരാധീനക്കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ധനപരമായിട്ടും ചില കലഹങ്ങളൊക്കെ വന്നുകൂടാതെ ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ പൂർവ്വ സ്വത്തിൻ്റെ വിഷയത്തിലായാലും ഒക്കെ ചില വിഷയങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പിന്നെ ദൂരെ താമസിക്കുന്ന സഹോദരങ്ങളുമായിട്ടൊക്കെ വീണ്ടും കണ്ടുമുട്ടാൻ കുറേ നാളത്തിന് ശേഷം കണ്ടുമുട്ടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ധനുമാസം. ഗ്രഹത്തിനെ സംബന്ധിച്ചും ഗ്രഹത്തിലെ കാര്യങ്ങൾക്കും
മന്ദഗതി വരാം. സുഹൃത്തുക്കളുമായി ഇടപഴകാനും സാധ്യതയുണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളെ സംബന്ധിച്ച് ഗുണകരമായ സമയമാണ് ധനുമാസം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളും കുറേയൊക്കെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. വിവാഹം ആലോചിക്കുന്നവർക്ക് വിവാഹ തടസ്സങ്ങൾ സ്വാഭാവികമായിട്ട് വന്നു ചേരും. അപ്പം അവർ വിവാഹ തടസ്സങ്ങൾ മാറാൻ വേണ്ടി വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ ഇടകലർന്നു വരാം. കർമ്മമേഖലയെ സംബന്ധിച്ചും പ്രശ്നങ്ങൾ വരാതെ നിങ്ങൾ വളരെയും ശ്രദ്ധിക്കണം. അത് വ്യാഴം മറവിലായതിനാൽ ഈശ്വരാധീനക്കുറവ്. അപ്പോൾ നാഗക്ഷേത്രത്തിലൊക്കെ വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തു നിന്നുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടും കർമ്മ തടസ്സങ്ങളും ഒക്കെ മാറി അതിന് ഗുണകരമായ അനുഭവത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പം വളരെയധികം ശ്രദ്ധിക്കുക. ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം വളരെയധികം കൃത്യതയും അതുപോലെ തന്നെ വഴിപാട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു കൊള്ളുകയും ചെയ്യണം. അപ്പോൾ ഈ 3 കൂറുകാരുടെ ഫലമാണ് നമ്മളിന്ന് നോക്കിയത്. വീണ്ടും അടുത്ത എപ്പിസോഡുമായിട്ട് കാണുന്നവരെയും നന്ദി, നമസ്കാരം.